നമസ്കാരം. നമ്മുടെ ഷിറ്റണ്ണന്റെ കാര്യത്തിൽ ഏറെക്കുറെയൊക്കെ തീരുമാനമാകുമെന്നാണ് തോന്നുന്നത്. കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ തൃശ്ശൂരിലെ എംപിയുമായ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AIYF നേതാവ് ബിനോയ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അത് പരിഗണിച്ചു കഴിഞ്ഞാൽ ഇങ്ങേരുടെ സ്ഥാനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായാൽ പിന്നെ സ്ഥിരമായിട്ട് സിനിമയിൽ അഭിനയിക്കാം. എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട, ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് എന്നാണല്ലോ സുരേഷ് ഗോപി MP പറയാറ്. അതുകൊണ്ട് സുരേഷ് ഗോപി MPക്ക് ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാവുകയാണെങ്കിൽ പിന്നെ ആരുടെയും അനുമതി മേടിക്കേണ്ട, അല്ലെങ്കിൽ ആരുടെയും അനുമതി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഇനി ഏത് സിനിമയിലും പോയി അങ്ങ് അഭിനയിക്കാം. അപ്പോ ആ ഹർജിയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ഞാനൊന്ന് നോക്കി പറയാം. ഹർജിയിൽ പറയുന്നത് ഇതൊക്കെയാണ്. വോട്ടെടുപ്പ് ദിനത്തിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് പറയുന്നു. ശ്രീരാമ ഭഗവാന്റെ പേരിൽ വോട്ട് ചെയ്യണമെന്ന BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി അഭ്യർത്ഥിച്ചതായി പറയുന്നു. സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ സുഹൃത്ത് വഴി വോട്ടർമാർക്ക് പെൻഷൻ വാഗ്ദാനം ചെയ്തുവെന്ന് ആ ബിനോയ് നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വോട്ടർമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് MP പെൻഷൻ തുക പെൻഷനായി കൈമാറി. പ്രചാരണത്തിനിടെ തൃശൂർ മണ്ഡലത്തിലെ വോട്ടറുടെ മകൾക്ക് മൊബൈൽ ഫോൺ നൽകി. ഇത് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി നൽകിയ കൈക്കൂലിയാണ് എന്ന് പറയുന്നു. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നിയമവിരുദ്ധമാണ് സുരേഷ് ഗോപിയുടെ നടപടി എന്ന് പറയുന്നു. ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് ബിനോയ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ വിഷയത്തിലൊക്കെ എന്തായാലും വ്യക്തമായ തെളിവുകളൊക്കെ ബിനോയ് ഹൈക്കോടതി മുമ്പാകെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും സുരേഷ് ഗോപിയുടെയൊക്കെ ഒരു വാദമൊക്കെ കേൾക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മുടെ സുരേഷ് ഗോപിയുടെ MP സ്ഥാനം തെറുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് MP സ്ഥാനം നഷ്ടപ്പെടുകയാണെങ്കിൽ മലയാളികൾ സങ്കടപ്പെടുമോ വേദനിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ BJP പോലും വല്ലാത്ത സന്തോഷത്തിലാകാനാണ് സാധ്യത. വേറൊന്നും കൊണ്ടല്ല, ഇദ്ദേഹം MP ആയ ശേഷം BJPയെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. തൃശ്ശൂർ സുരേഷ് ഗോപി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നെ BJPക്ക് വലിയ വേരോട്ടം നടത്താൻ പറ്റും എന്നായിരുന്നു BJPക്ക് അകത്തുള്ള പല നിരീക്ഷകരും വിലയിരുത്തിയിരുന്നത്. പക്ഷേ MP ആയ ശേഷം BJPക്ക് തലവേദനകളാണ് നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. തൃശ്ശൂർ പൂരം സംബന്ധിച്ച വിവാദവുമൊക്കെയായി ബന്ധപ്പെട്ട് BJPയെ പോലും പ്രതിരോധത്തിലാക്കിയത് സുരേഷ് ഗോപിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. തൃശ്ശൂർ പൂരം കലക്കിയത് അത് RSSും BJPയും കൂടിയാണ് എന്ന ഒരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത്. അതായത് സുരേഷ് ഗോപി അന്നേ ദിവസം അവിടെ പൂരം കലക്കാൻ വേണ്ടി ആംബുലൻസിൽ, അതായത് സേവാഭാരതിയുടെ ആംബുലൻസിൽ എത്തുകയായിരുന്നു എന്നാണല്ലോ രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞുകൊണ്ട് നടന്നത്. എന്നാൽ താൻ അന്നേ ദിവസം പോയത് ആംബുലൻസിലല്ല, അവിടുത്തെ ജില്ലാ അധ്യക്ഷന്റെ കാറിലാണ് എന്ന ഒരു കള്ളം പറഞ്ഞതോടുകൂടി തന്നെയാണ് മൊത്തത്തിൽ BJP വീട്ടിലായത്. ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നതോടുകൂടി തന്നെ അദ്ദേഹം ആംബുലൻസിലാണ് തൃശൂർ പൂരം ആ നഗരിയിൽ ആ പ്രശ്നം ഉണ്ടായപ്പോൾ പോയത് എന്ന തെളിവ്, വസ്തുത പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. അതോടുകൂടി അന്നേ കയറിയതാണ് BJP ഏറി. സുരേഷ് ഗോപി വാ തുറക്കുമ്പോൾ സത്യത്തിൽ BJPക്ക് ഭയമാണ്. അതുകൊണ്ട് MP സ്ഥാനം പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും BJP അയ്യോ സുരേഷ് ഗോപിയുടെ MP സ്ഥാനം പോയെന്ന് പറഞ്ഞ് നിലവിളിക്കാനുള്ള സാധ്യത കുറവാണ്. BJPയിലെ പല സംസ്ഥാന നേതാക്കൾക്ക് പോലും സുരേഷ് ഗോപി MP ആയി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ വിമർശനങ്ങളാണ് സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രവർത്തകരെ പോലും വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല സുരേഷ് ഗോപി എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. സുരേഷ് ഗോപിക്കെതിരെ നരേന്ദ്രമോദിക്ക് മുമ്പിൽ പോലും സാധാ പാർട്ടിയിലെ പ്രവർത്തകർ പോലും പരാതി കൊടുക്കുന്ന സാഹചര്യവുമൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പണ്ടേ തന്നെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോ സുരേഷ് ഗോപി എങ്ങനെയാണ് ഇവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്? അതായത് ഇപ്പോൾ ഹർജിയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ എങ്ങനെ അദ്ദേഹം ഈ പറയുന്നത് പോലെ തൃശ്ശൂർ പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വളർന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ UDFന്റെ വോട്ടുകൾ ചോർന്നതൊക്കെ ഒരു വശമാണ് കേട്ടോ. കാരണം UDFന്റെ 80,000 വോട്ടുകൾ കുറഞ്ഞത് BJPയിലേക്ക് പോയത് ഒരു വശം. അങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ ജയിക്കുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ ചോരാനിടയായ സാഹചര്യം എന്തൊക്കെയാണ് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് സുരേഷ് ഗോപിയെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് എവിടെയാണ്? ഏഷ്യാനെറ്റിലാണ്. ഞാൻ കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടിയുടെ അവതാരകനായിട്ടാണ് നമ്മൾ സുരേഷ് ഗോപിയെ സിനിമയിൽ നിന്ന് മാറി നമ്മളൊന്ന് കാണുന്നത്.
ആ പരിപാടിയാണ് സുരേഷ് ഗോപിക്ക് ഒരു നന്മമരം എന്ന ലേബൽ ഉണ്ടാക്കി കൊടുത്തത്. സ്വയം നന്മമരമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സുരേഷ് ഗോപി ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു വലിയ നീക്കമായിരുന്നു അതെന്ന് ഇപ്പോൾ വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സുരേഷ് ഗോപി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നു, പലരെയും സഹായിക്കുന്നു. അദ്ദേഹം സഹായിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. അന്ന് ആ വീഡിയോകളൊക്കെ ഷെയർ ചെയ്തിരുന്നത് പല BJP-കാരുമാണ്. പല ക്യാപ്ഷനുകളിട്ട് സുരേഷ് ഗോപി ഒരു ജനപ്രതിനിധിയായാൽ കലക്കും, വേറെ ലെവലാകും, ഇവിടം സ്വർഗമാക്കും എന്നൊക്കെ പറഞ്ഞാണ് പലരും പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നത്. അങ്ങനെ അരാഷ്ട്രീയവാദികളും BJP-കാരും സുരേഷ് ഗോപിയെ നല്ല രീതിയിൽ തന്നെ അവരുടെ സൈബർ ഇടങ്ങളിൽ വളർത്തിയെടുത്തു. പല ജനങ്ങളെയും പെട്ടെന്ന് തന്നെ തെറ്റിദ്ധരിപ്പിച്ചു. അമ്മമാരുടെയും അതുപോലെ തന്നെ പെങ്ങന്മാരുടെയും ഒക്കെ മനസ്സിലേക്ക് സുരേഷ് ഗോപി അങ്ങ് കയറിക്കൂടി. സുരേഷ് ഗോപി ജയിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും എന്ന സംസാരം വീടുകൾക്ക് അകത്ത് പോലും ഒരു സംസാര വിഷയമായി മാറുന്ന സാഹചര്യം ഉണ്ടായി. അതിനിടയിൽ സുരേഷ് ഗോപി പല ഗിമ്മിക്ക് നമ്പറുകളും കാണിച്ചു കൂട്ടി. അതായത് അദ്ദേഹം BJP-യിലേക്ക് ചേർന്ന ശേഷം അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു. ഒരു മണ്ഡലം അദ്ദേഹം അങ്ങ് സ്കെച്ച് ചെയ്തിട്ടു. അത് തൃശ്ശൂരായിരുന്നു. ആദ്യ തവണ മത്സരിച്ചു, രക്ഷയില്ല. രണ്ടാം തവണ നിയമസഭാ സീറ്റിലേക്ക് മത്സരിച്ചു, രക്ഷയില്ല. മൂന്നാം തവണ അദ്ദേഹം മത്സരിക്കുമ്പോഴാണ് അദ്ദേഹം ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ സുരേഷ് ഗോപി BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അതിനു മുമ്പ് ചില ഗിമ്മിക്ക് നമ്പറുകളൊക്കെ ഒപ്പിച്ചു കൂട്ടിയായിരുന്നു. അതായത് വിഷുവിന് വിഷുക്കൈനീട്ടം കൊടുക്കാൻ വേണ്ടി അണ്ണം വരും. സ്വന്തം താമസിക്കുന്ന സ്ഥലത്തൊന്നും കൊടുക്കുന്നില്ലെങ്കിലും അവിടെ നിന്ന് കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ ഈ വിഷുക്കൈനീട്ടം കൊടുക്കും. പിന്നെ അത് വീഡിയോ എടുക്കും, മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കും. അങ്ങനെ ഒരു വിഭാഗത്തിനെ കൈ പിടിക്കാൻ വേണ്ടി, കൈപ്പിടിയിലാക്കാൻ വേണ്ടി ആ തന്ത്രങ്ങൾ നിരന്തരം പയറ്റിക്കൊണ്ടിരുന്നു. 1 രൂപയാണ് കേട്ടോ കൊടുക്കുന്നത്. 1 രൂപ കൊടുത്തിട്ട് വലിയ ബൂസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് തൃശ്ശൂരില് നമുക്കറിയാം, മാതാവിന് ഒരു കിരീടം വെച്ചു കൊടുത്തുകൊണ്ട് ഒരു വിഭാഗത്തെ കൈ പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തി. അതിനുശേഷം പള്ളിയിൽ പോകുന്നു, മുസ്ലിയാർക്കൊപ്പം ഇരുന്നിട്ട് അണ്ണൻ ഫുഡ് കഴിക്കുന്ന ഒരു ചിത്രം എടുത്തിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാ വിഭാഗക്കാരെയും കൂടെ നിർത്താനുള്ള ഒരു തന്ത്രമൊക്കെ പയറ്റി അദ്ദേഹം അതിൽ വിജയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നതാണ് മറ്റൊരു വസ്തുത. അങ്ങനെ സുരേഷ് ഗോപി പല രീതിയിലുള്ള തന്ത്രങ്ങളൊക്കെ പയറ്റി സുരേഷ് ഗോപി അവിടെ നിന്ന് ജയിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോ ജയിപ്പിച്ചു വിട്ട ആളുകളൊക്കെ സുരേഷ് ഗോപിയെ നോക്കി, എന്റെ പൊന്നു മോനെ, നീ ഇവിടെ നിന്നാടാ ജയിച്ചു പോയത്, കേരളത്തിന്റെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ ഒന്ന് വായെങ്കിലും അനക്കട എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. എങ്ങനെയെങ്കിലും ഈ 5 വർഷം തീർന്നാ മതി എന്ന് പറയുന്ന പല തൃശ്ശൂരുകാരെയും തൃശ്ശൂർ തന്നെ കാണാൻ സാധിച്ചു. കാരണം കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലും നമ്മൾ ഇവിടെ നിന്ന് ജയിച്ചു പോയി സുരേഷ് ഗോപിയെ കാണാനില്ലല്ലോ. സുരേഷ് ഗോപി കേരളത്തിനെതിരായി നിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കൊപ്പമാണ് നമ്മുടെ സുരേഷ് ഗോപി ഉള്ളത്. കഴിഞ്ഞ ദിവസമല്ലേ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ MP ആയിട്ടുള്ള കനിമൊഴി സുരേഷ് ഗോപിയെ പരിഹസിച്ചത്? നാണമാകില്ലേ എന്ന് തന്നെയാണ് ചോദിച്ചത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം തികഞ്ഞ അവഗണന കാട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കഥകളി പദമാണ് സുരേഷ് ഗോപി കാണിച്ചത്. അതിന് തക്കതായ മറുപടിയും കനിമൊഴി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് നമ്മുടെ കേരളത്തിലെ പല MP-മാർ മാത്രമല്ല, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ മാത്രമല്ല സുരേഷ് ഗോപിയെ വിമർശിക്കുന്നത്. ഇപ്പൊ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ഊക്കുന്നത്. അതായത് തമിഴ്നാട്ടിലുള്ള കനിമൊഴി പോലും ഇപ്പൊ ഇങ്ങനെ ഊക്കിയിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞ അങ്ങനെ തന്നെ വേണം പറയാൻ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് 5 പൈസ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ L3 വിഭാഗത്തിൽ പെടുത്താനോ അല്ലെങ്കിൽ ഈ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ 13-ാം വകുപ്പ് പ്രകാരം ഈ അവിടെയുള്ള കടങ്ങളൊക്കെ എഴുതി തള്ളാനോ അല്ലെങ്കിൽ ഒരു അടിയന്തര സഹായം അനുവദിക്കാനോ ഒക്കെ വേണ്ടി നമ്മുടെ സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ പോലും പരിശ്രമം നടത്തിയിട്ടില്ല എന്നത് മാത്രമല്ല, ഇതിനൊക്കെ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ അതൊരു നിലപാടാണ് സുരേഷ് ഗോപി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ സുരേഷ് ഗോപിയുടെ സ്ഥാനം തെറിക്കുന്നതിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് സ്ഥാനം തെറിക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായി സന്തോഷിക്കും. കാരണം ഇവിടുന്ന് 20 പേരാണ് ജയിച്ചു പോയതെങ്കിലും സഭയിൽ ചെല്ലുമ്പോൾ 19 പേരെ മാത്രമേ കേരളത്തിന് വേണ്ടി എഴുന്നേറ്റ് കാണാറുള്ളൂ. കാര്യം വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതികളും നിലപാടുകളും ഒക്കെ ഉള്ള ആളുകളാണ് കൂടുതൽ ജയിച്ചു പോയിട്ടുള്ള LDF-ന്റെയും UDF-ന്റെയും ഒക്കെ MP-മാർ എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിന്റെ ഒരു ആവശ്യം വരുമ്പോൾ അവർ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ നിൽക്കുന്ന പല കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. പാർലമെന്റിന് പുറത്ത് കേരളത്തിന് വേണ്ടി LDF-ഉം UDF-ഉം ഒക്കെ അതിശക്തമായി ശബ്ദമുയർത്തുമ്പോൾ സുരേഷ് ഗോപിയെ മാത്രം ആരും കാണാറില്ല. കാരണം സുരേഷ് ഗോപി അവിടെയാണ്, നമ്മുടെ മോദിയുടെ അമിത്ഷായുടെ ഒക്കെ ഇടയിലാണ്. കേരളത്തിന് വേണ്ടി
ശബ്ദമുയർത്താനോ കേരളത്തിന് വേണ്ടി ഒരു ആവശ്യം ഉന്നയിക്കാനോ നമ്മുടെ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ MP കേരളത്തിന് തന്നെ ഒരു അപമാനമായി മാറുന്നു എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.